5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗ്രഹം ശുക്രൻ. ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹമാണ് ഭൂമി. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ചില ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതി ഉള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരുന്നു. ഇതാണ് നക്ഷത്രമാസം. ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളത്. ഈ ആകൃതിയാണ് ജിയോയിഡ്. ഗ്രീക്ക് ചിന്തകന്മാരായ തൈൽസ്, പൈത്തഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവർ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് എന്ന് വിശ്വസിച്ചു. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരയൂഥത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ആണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. പാതിര സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട്. എക്സിമോകൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഇഗ്ലൂ. ഇനി നിയമങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. ഒന്ന്, സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ. വ്യവസ്ഥാപിത സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. ഒരു നിശ്ചിത പ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. വിവരസാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്നത് 2000-ൽ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ബാലവേല നിരോധന നിയമം 1986. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. ബാലവേല നീതി നിയമം 2015. ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. പോസ്കോ ആക്ട് 2012. ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. കേരളത്തിൽ എറണാകുളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോടതിയുടെ ശ്രേണീഗണനയിൽ ആദ്യം സുപ്രീം കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ. ഓക്കെ, താങ്ക് യു.